നമുക്ക് സംഘപരിവാറിന്റെ ഓഫീസിൽ നിന്ന് വരുന്ന അച്ചടിച്ച സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സാഹിബിന്റെ ദേശസ്നേഹം ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരു സംഖ്യയും വളർന്നിട്ടില്ല. വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സാഹിബ് കൊന്നു എന്ന് നിങ്ങൾ പറയുന്ന ഹിന്ദുക്കൾ, ഞങ്ങളുടെ മനസ്സിൽ അവർ ഹിന്ദു നാമധാരികൾ മാത്രമായിരുന്നു. വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സാഹിബ് നേതൃത്വം വഹിച്ച ആ സേന കൊന്നുതള്ളിയ മുസ്ലിം നാമധാരികളുടെ കണക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത്? ചേക്കുട്ടി നിങ്ങളുടെ കണ്ണിൽ ഒരു മുസ്ലിം അല്ലേ? ഞങ്ങളുടെ കണ്ണിൽ ഒരു മുസ്ലിം നാമധാരി മാത്രമാണ്. അയാളെ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സാഹിബ് കൊന്നുതള്ളിയില്ലേ? എന്തിനാണ് കൊണ്ടോട്ടി തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സാഹിബിന്റെ സേന പോയത്? മൊഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ഏത് പക്ഷത്തായിരുന്നു ഉണ്ടായിരുന്നത്? വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സാഹിബിന്റെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ് അദ്ദേഹവും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. ഹൈന്ദവരായിട്ടുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ നിന്ന സ്ത്രീകളെ സുരക്ഷിതമായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് KP കേശവമേനോന്റെ കൃതിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുള്ളത്. എന്നും ആ പോരാട്ട വീര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ധീരതയോടെ രോമാഞ്ചത്തോടെ ഞങ്ങളിങ്ങനെ ആൺകുട്ടികളായിട്ട് ആർജവമുള്ളവരായിട്ട് വേദികളിലും എവിടെയൊക്കെ പറയണമോ അവിടെയൊക്കെ പറയുക തന്നെ ചെയ്യും. അതിന് നിങ്ങളെ ഞങ്ങൾ ഭയക്കില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ? നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലേ? എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സാഹിബിനെയും കൂട്ടനെയും സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പട്ടികയിൽ നിന്ന് പുറത്താക്കിയത് കേട്ട് കേരളം കരയുകയാണ് പോലും. കേരളത്തിലെ മതേതര വിശ്വാസികളാകെ സങ്കടത്തിലാണ് പോലും. പല ആളുകളും പ്രസ്താവനകൾ ഇറക്കുന്ന തിരക്കിലാണ് പോലും. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളതാ, എന്തിനാണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്? എന്തിനാണ് നിങ്ങൾ ബേജാറാവുന്നത്? പുറത്താക്കിയത് ആരാണ്? സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ ഇവരെ ഉൾപ്പെടുത്തില്ല എന്ന് പറഞ്ഞവരാരാണ്? സംഘപരിവാരുകാരാണ്. അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ 387 ആളുകളുണ്ടല്ലോ, അവർ എത്രത്തോളം വലിയ ധീരന്മാരായിരിക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? നമുക്ക് സംഘപരിവാറിന്റെ ഓഫീസിൽ നിന്ന് വരുന്ന അച്ചടിച്ച സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് ഇത്രയും കാലം നമ്മൾ അവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടാണോ നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്? വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സാഹിബിന്റെ ദേശസ്നേഹം ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരു സംഖ്യയും വളർന്നിട്ടില്ല. അവർ പറഞ്ഞു പരത്തട്ടെ, പക്ഷേ അവരെ ഞങ്ങൾ ബോധിപ്പിക്കത്തില്ല. സംഘപരിവാറിനെ ബോധിപ്പിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. പക്ഷേ അവരുടെ കുപ്രചരണങ്ങളിൽ പെട്ട് തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടു പോയിട്ടുള്ള രാജ്യത്തെ ഒരു വിഭാഗം ജനങ്ങളോട് സത്യം പറയേണ്ടത് കാലത്തിന്റെ അത്യാവശ്യമായതുകൊണ്ട് ചുരുങ്ങിയ ഭാഷയിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ റിസർച്ച് ചെയ്ത ആളുകളൊക്കെ പറഞ്ഞു വരുത്തുന്നുണ്ട് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സാഹിബ് ഹിന്ദു വിരുദ്ധനായിരുന്നു എന്ന്. ഒരുപാട് ഹിന്ദുക്കളെ കൊന്നുതള്ളി എന്നാണ് ഇവർ പറഞ്ഞു പരത്തുന്നുള്ളത്. വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സാഹിബ് കൊന്നു എന്ന് നിങ്ങൾ പറയുന്ന ഹിന്ദുക്കൾ, ഞങ്ങളുടെ മനസ്സിൽ അവർ ഹിന്ദു നാമധാരികൾ മാത്രമായിരുന്നു. ഹിന്ദുക്കളെ കൊന്നു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ഞങ്ങളുടെ കണ്ണിൽ ഹിന്ദു നാമധാരികളെ കൊന്നു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സാഹിബ് നേതൃത്വം വഹിച്ച ആ സേന കൊന്നുതള്ളിയ മുസ്ലിം നാമധാരികളുടെ കണക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത്? ഖാൻ ബഹദൂറായിട്ടുള്ള ചേക്കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്തിനായിരുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് സംഘപരിവാർ ഫാസിസ്റ്റ് ഭരണകൂടമേ നിങ്ങൾ പറഞ്ഞു കൊടുക്കാത്തത്? ആരായിരുന്നു ചേക്കുട്ടി? എന്തിനായിരുന്നു വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സാഹിബ് അയാളെ കൊന്നുതള്ളിയത്? ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നു. ഈ രാജ്യത്തെ യഥാർത്ഥ ധീരന്മാരെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ട്, തൽക്കാലത്തേക്കുള്ള സഹായങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ ഭൂമിയിലെ ആർഭാട ജീവിതത്തിന് വേണ്ടിയിട്ട് ചേക്കുട്ടി
ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വിപ്ലവ വീരന്മാരെ ഒറ്റിക്കൊടുത്തു. അതിന്റെ പേരിൽ ചേക്കുട്ടിയെ കൊന്നു. ചേക്കുട്ടി നിങ്ങളുടെ കണ്ണിൽ ഒരു മുസ്ലിം അല്ലേ? ഞങ്ങളുടെ കണ്ണിൽ ഒരു മുസ്ലിം നാമധാരി മാത്രമാണ്. അയാളെ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് സാഹിബ് കൊന്നു തള്ളിയില്ലേ? കൊണ്ടോട്ടി തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് പദ്ധതിയിട്ട്, കൊണ്ടോട്ടി തങ്ങളെ വകവരുത്താൻ വേണ്ടിയിട്ട് ഒരു സേന കൊണ്ടോട്ടി തങ്ങളെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയില്ലേ? ഇതൊക്കെ കളവാണ്. കൊണ്ടോട്ടി തങ്ങൾ അന്നത്തെ മലബാർ കലക്ടറിന് തനിക്ക് സംരക്ഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ കത്തടക്കം ഇന്ന് തെളിവായി നിൽക്കുന്ന ഒരു വസ്തുതയല്ലേ? എന്തിനാണ് കൊണ്ടോട്ടി തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് സാഹിബിന്റെ സേന പോയത്? കൊണ്ടോട്ടി തങ്ങൾ ബ്രിട്ടീഷ് പക്ഷത്തായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് ഒറ്റുകാരന്റെ വേഷമണിഞ്ഞു നിൽക്കാൻ കൊണ്ടോട്ടി തങ്ങൾ തയ്യാറായത് കൊണ്ടല്ലേ കൊണ്ടോട്ടി തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് സാഹിബിന്റെ സേന പോയത്? ഇനി നമുക്ക് ഹിന്ദുക്കളുടെ വിഷയത്തിലോട്ട് വരാം. മൊഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. മൊഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ഏത് പക്ഷത്തായിരുന്നു ഉണ്ടായിരുന്നത്? വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് സാഹിബിന്റെ തോളോട് തോള് ചേർന്ന് നിന്നുകൊണ്ടാണ് അദ്ദേഹവും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ പറയില്ല. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ആരാണ് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് സാഹിബ് എന്ന് മൊഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ആ ചരിത്രം നിങ്ങൾ കാണില്ല. കണ്ടാലും നിങ്ങൾ കണ്ടു എന്ന് നടിക്കില്ല. ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം. വിഷയത്തിലോട്ട് വരുമ്പോൾ ഒരു കാര്യവും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിലമ്പൂർ കോവിലകം സംരക്ഷിച്ചില്ലേ? നിലമ്പൂർ കോവിലകം സംരക്ഷിച്ചത് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് സാഹിബിന്റെ പടയാളികളല്ലേ? എന്തിനാണ് പൂക്കോട്ടൂർ കോവിലകം അവർ തകർത്തത്? ഇനി വളരെ വ്യക്തമായി നിങ്ങൾ കേൾക്കണം. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നവർ ആരൊക്കെയാണോ, അത് മുസ്ലിങ്ങളായാലും ഇനി മുസ്ലിങ്ങൾക്കിടയിൽ ഏത് നിലയിൽ പ്രവർത്തിക്കുന്നവരായാലും അവരെ വേട്ടയാടുക. ഇനി ഹിന്ദുക്കളായാലോ, ഹിന്ദുക്കൾക്കിടയിൽ ഇനി ഏത് രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളായാലും അവരെ വേട്ടയാടുക. അതാണ് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് സാഹിബും കൂട്ടരും ചെയ്തിട്ടുള്ളത്. അവിടെ ഒരുപാട് ഹിന്ദുക്കൾ എന്ന് നിങ്ങൾ വിളിക്കുന്ന, ഞങ്ങൾ സംഘികൾ എന്ന് വിളിക്കുന്ന ഹിന്ദു നാമധാരികളായിട്ടുള്ള ആളുകളെ വേട്ടയാടിയിട്ടുണ്ട്. മുസ്ലിങ്ങളെയും വേട്ടയാടിയിട്ടുണ്ട്. മുസ്ലിങ്ങളെ വേട്ടയാടിയ കഥ നിങ്ങൾ പറയുന്നില്ല. മറിച്ച് ഹിന്ദു നാമധാരികളുടെ കഥ പറഞ്ഞ് നിങ്ങൾ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് സാഹിബിനെ ദേശദ്രോഹിയാക്കിയാണ്. ഇനി അധികമൊന്നും പറയേണ്ടതില്ലല്ലോ. ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി ഈ രാജ്യത്തെ ഒരുപാട് ചരിത്രകാരന്മാർ അവർ വളരെ വ്യക്തമായിട്ട് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് സാഹിബ് ആരാണെന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അധികമൊന്നും പോകേണ്ടതില്ല. കഴിഞ്ഞ കാലം എന്ന കൃതിയിൽ KP കേശവമേനോൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് സാഹിബിനെയും അദ്ദേഹത്തിന്റെ സൈനികരെയും ഉദ്ധരിച്ച് വളരെ വ്യക്തമായി പറയുന്നു. അത് നമുക്ക് കേൾക്കാം. ഒറ്റുകാരെയും ബ്രിട്ടീഷ് ചാരന്മാരെയും സമരക്കാർ വകവരുത്തിയിട്ടുണ്ട്. അവരിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. നോട്ട് ദ പോയിന്റ്. ഒറ്റുകാരുടെ വേഷമണിഞ്ഞ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഇല്ലാതാക്കിയിരുന്നു. അതേസമയം ഹിന്ദു വീടുകൾക്ക് സമരക്കാരിൽ നിന്ന് കാവലേർപ്പെടുത്തിയിരുന്നു. ബ്രിട്ടീഷുകാരോട് കൂറു പുലർത്താത്ത നല്ലവരായ ഹൈന്ദവരുടെ വീടിന് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് സാഹിബിന്റെ സേന കാവൽ നിന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കാലം എന്ന KP കേശവമേനോന്റെ കൃതിയിൽ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നത്. തെളിവുകളാണ് ഇതൊക്കെ. അടുത്തതായി പറയുന്നു, നിങ്ങൾ പറഞ്ഞില്ലേ ഒരുപാട് ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എന്ന്. ഇനി കേട്ടോളൂ. ഹിന്ദു സ്ത്രീകളെ മഞ്ചലിലെടുത്ത് വീട്ടിലെത്തിച്ചു കൊടുത്ത സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഹൈന്ദവരായിട്ടുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ നിന്ന് സ്ത്രീകളെ സുരക്ഷിതമായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് KP കേശവമേനോന്റെ കൃതിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുള്ളത്. ഇനി അത് മാത്രമല്ല, സർദാർ ചന്ദ്രോത്ത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ആ ചരിത്രത്തിലെ വരികൾ നമുക്ക് വളരെ ചുരുങ്ങിയ രീതിയിൽ പറയാം. ഞാൻ ഇന്നലെ ഒരു വിവരം അറിഞ്ഞു. വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് സാഹിബ് പറയുകയാണ്,
ഇത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള യുദ്ധമാണെന്ന് പുറം രാജ്യങ്ങളിൽ പറഞ്ഞു പരത്തുന്നുണ്ടത്രേ. വെള്ളക്കാരും അവരുടെ സിൽബദന്തികളായ ആനക്കയും ചേക്കുട്ടിയെ പോലെയുള്ളവരും പടച്ചവന്റെ സൃഷ്ടികളെ 4 ജാതികളാക്കി തിരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നു. ഇതൊക്കെ ഉണ്ടാക്കിയത് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് സാഹിബാണെന്ന് പറഞ്ഞു പരത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അവിടെ അടിവരയിട്ട് പറയുന്നുണ്ട്, ഗവൺമെന്റിനെ സഹായിക്കുകയോ ദേശത്തെ ഒറ്റുകൊടുക്കുകയോ ചെയ്യുന്നവർ ആരായിരുന്നാലും അവരെ വേട്ടയാടും എന്നാണ് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് സാഹിബ് പറഞ്ഞതായിട്ട് സർദാർ ചന്ദ്രോത്ത് വ്യക്തമാക്കുന്നുള്ളത്. ഹിന്ദുക്കൾ നമ്മുടെ നാട്ടുകാരാണ്. അതുപോലെ അനാവശ്യമായി ഹിന്ദുക്കളെ ആരെങ്കിലും ദ്രോഹിക്കുകയോ അവരുടെ സ്വത്തുക്കൾ കവർന്നെടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കും എന്നുള്ളതാണ് അണികളോട് ആര് പറഞ്ഞത്? വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് സാഹിബ് പറഞ്ഞതായിട്ട് വളരെ വ്യക്തമാക്കി അവിടെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ പറയുന്ന ചില കാര്യങ്ങൾ ചുരുക്കി പറയാം. അദ്ദേഹം പറയുന്നുണ്ട്, ഹിന്ദുക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ ഹിന്ദുക്കളായിട്ടുള്ള ചില ആളുകൾ എതിർവശത്തുണ്ട്. അവർ ബ്രിട്ടീഷുകാരെ അനുകൂലിക്കുന്നവരാണ്. അവർക്കെതിരെ പോരാടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഈ വ്യക്തമായ ചരിത്ര രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. ഒടുവിൽ അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തു. 1922 ജനുവരി 20 ആ ദേശസ്നേഹിയെ ബ്രിട്ടീഷുകാർ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. തടവറയിൽ നിന്ന് അദ്ദേഹത്തെ വലിച്ചു കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ വകവരുത്താൻ അവർ തീരുമാനിച്ചു. ബ്രിട്ടീഷ് ഗവൺമെന്റ് ശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അവസാന നിമിഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് ഷൂ നക്കിക്കൊടുത്ത രാജ്യസ്നേഹികളെ വെറുത്ത നെറികേട് കാണിച്ച സംഘികൾക്ക് ചിലപ്പോൾ ദഹിച്ചു എന്ന് വരില്ല. ബ്രിട്ടീഷുകാരോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പലരെയും വെടിവെച്ചു കൊല്ലുന്ന രീതിയിൽ എന്നെ കൊല്ലരുത്, നിങ്ങൾ എന്റെ കണ്ണ് കെട്ടരുത്, എന്റെ പിറകിൽ നിന്ന് എന്നെ വെടിവെക്കരുത്, എന്റെ മുന്നിൽ നിന്ന് നിങ്ങൾ എന്നെ വെടിവെക്കുക. ആ വെടിവെക്കുന്നത് ഞാൻ നിങ്ങളെ ധീരമായി നോക്കിക്കാണും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മുന്നിൽ നിന്ന് വെടിവെച്ച് ബ്രിട്ടീഷുകാർ കൊന്നു. ഇത്രയും വലിയ ധീരനായ ദേശസ്നേഹിയായ ഒരു മനുഷ്യനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? രാജ്യദ്രോഹികളുടെ പട്ടികയിൽ ഈ രാജ്യത്തെ ഹിന്ദുക്കളെ കൊന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചരിത്രത്തെ വളച്ചൊടിച്ചിട്ട് പ്രചരിപ്പിക്കുന്നുള്ളത്. അങ്ങനെ നിങ്ങൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ദാ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് സാഹിബ് ഉള്ളത് ഈ നെഞ്ചിനകത്താ. വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് സാഹിബിനൊപ്പം 387 ആളുകളും ഉള്ളത് ഈ നെഞ്ചിനകത്താ. അവരെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ എഴുതി പിടിച്ച പുസ്തകത്തിൽ നിന്ന് പുറത്താക്കി എന്ന് വന്നേക്കാം. പക്ഷേ ഒരിക്കലും മാഞ്ഞു പോകാത്ത ഈ ഹൃദയത്തിന്റെ താളുകളിൽ അവരുടെ പോരാട്ട വീര്യം എന്നും സുരക്ഷിതമായി തന്നെ ഉണ്ടാക്കും. എന്നും ആ പോരാട്ട വീര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളിങ്ങനെ ധീരതയോടെ രോമാഞ്ചത്തോടെ ഞങ്ങളിങ്ങനെ ആൺകുട്ടികളായിട്ട് ആർജവമുള്ളവരായിട്ട് വേദികളിലും എവിടെയൊക്കെ പറയണമോ അവിടെയൊക്കെ പറയുക തന്നെ ചെയ്യും. അതിന് നിങ്ങളെ ഞങ്ങൾ ഭയക്കില്ല. ഇപ്പോഴും അടിവരയിട്ട് പറയുന്നു, ഈ രാജ്യത്തെ ദേശസ്നേഹികളുടെ പട്ടികയിൽ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് സാഹിബ് എന്നും ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യും. കാര്യം ധീരതയുടെ പര്യായമായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ആരും സങ്കടപ്പെടേണ്ട, ആരും വിഷമിക്കേണ്ട. ചരിത്രത്തിന്റെ താളുകളിൽ അദ്ദേഹത്തിന്റെ ആ വീര പോരാട്ടം എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.